ഒരു മുംബൈയിലാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. അതായത് എൽസമ്മ അലീനയെ ചേർത്ത് പിടിക്കുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ മഴ തോരും മുമ്പേ എപ്പിസോഡിലേക്ക് കടക്കുകയാണെങ്കിൽ സ്റ്റാലിയാണെങ്കിൽ അലീനയുടെ അടുത്ത് പറയാണ്, ഞാനൊരു നല്ല പപ്പയല്ലേ, എനിക്ക് നല്ല പപ്പയുടെ യാതൊരു ഗുണങ്ങളുമില്ലയല്ലേ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ എൻ്റെ പപ്പ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് എൻ്റെ അച്ഛനായ ബാലചന്ദ്രനാണ് എന്ന് പറയുന്നു. അദ്ദേഹം എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്, എന്നെ ഒരുപാട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഒരു കുറ്റവും കുറവും പറയാതെയാണ്, ഒരു കുറ്റത്തിന് ഇടവരുത്താതെയാണ് എന്നെ സ്നേഹിച്ചത് എന്ന് പറയുന്നു. അതായത് പണമല്ല പ്രധാനമെന്ന് പറഞ്ഞു വയ്ക്കുന്നു, സ്നേഹമാണ് എന്ന് അലീന പറഞ്ഞു വയ്ക്കുകയാണ്. തൻ്റെ അച്ഛന് ആവശ്യത്തിൽ കൂടുതൽ സ്നേഹം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മളുടെ സ്റ്റാൻലി അലീനയുടെ മുൻപിൽ ചോദിക്കുകയാണ്, ഈ അച്ഛൻ ഒരു പരാജയമായിട്ട് മോൾക്ക് തോന്നുന്നുണ്ടല്ലേ, എങ്കിൽ ഈ അച്ഛനോട് ക്ഷമിക്കണമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോഴാണെങ്കിൽ നമ്മുടെ അലീന പറയാണ്, പരാജയമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷേ പപ്പയ്ക്ക് ചില കുറവുകളുണ്ട്. ആ കുറവുകൾ പപ്പ നേരെയാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പപ്പ ഈ സമൂഹത്തിൽ എൻ്റെ മുൻപിലും പപ്പ വലിയവനാകും എന്ന് പറയുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ പപ്പയുടെ മുൻപിൽ ഇതെല്ലാം ചെയ്യുന്നത്. പപ്പയെ നേരെയാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ നിരാഹാരം സത്യാഗ്രഹമൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നു. എൻ്റെ മോളെ, എനിക്ക് എന്താണ് കുറവ്, ഞാൻ എന്താണ് പരിഹരിക്കേണ്ടത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീന പറയാണ്, പപ്പയ്ക്ക് പണത്തിൻ്റെ അഹങ്കാരമുണ്ട് എന്ന് പറയുന്നു. ആ അഹങ്കാരം പപ്പ മാറ്റി വയ്ക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും പപ്പയ്ക്ക് എന്ത് കിട്ടും? സ്നേഹവും സമാധാനവും സ്വസ്ഥതയും ലഭിക്കുമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം മോളെ, അതിന് ഞാൻ എന്താ ചെയ്യുക എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പപ്പയാണെങ്കിൽ പണം അധികമായി ചിലവാക്കുന്നത് നിർത്തണമെന്നും താൻ പറയുന്നത് കൂടി കേൾക്കണമെന്നും മറ്റുള്ളവരുടെ ആഗ്രഹത്തിന് ചെവി കൊടുക്കണമെന്നും പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം മോളെ, അങ്ങനെയൊക്കെ ചെയ്താൽ എന്താ പ്രയോജനമുള്ളത് എന്ന് ചോദിക്കുന്നു. അത് പപ്പയ്ക്ക് ഇപ്പം മനസ്സിലാകില്ല, പക്ഷേ അധികം വൈകാതെ അത് ഒരു നല്ല പുണ്യമായി, ഒരു നല്ല ക്വാളിറ്റിയായി പപ്പയ്ക്ക് തോന്നുമെന്ന് പറയുന്നത് കാണാൻ കഴിയും. അത് പപ്പ തിരിച്ചറിയുന്ന മുഹൂർത്തം വരുമെന്ന് പറഞ്ഞ് വയ്ക്കുകയാണ് നമ്മുടെ അലീന എന്ന് കാണാം. അപ്പോൾ സ്റ്റാലിയാണെങ്കിൽ ചിന്തിക്കുന്നുണ്ട്, അലീനയുടെ മുൻപിൽ തല കുനിച്ചാലോ മുട്ടുകുത്തിയാലോ എന്ന്. അലീനയുടെ മുൻപിൽ മുട്ടുകുത്തി കൊടുത്താൽ ഇവൾ തന്നെ കൊച്ചായി കാണുമോ, ചെറുതായി കാണുമോ എന്നൊരു സംശയം ആർക്കുണ്ട്? നമ്മുടെ സ്റ്റാലിനുണ്ട്. അതിനായിട്ടും കൂടിയാണ് സ്റ്റാലിൻ ഈ ചെക്ക് ചെയ്തു നോക്കുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഒടുവിൽ അലീനയ്ക്ക് തൻ്റെ മേൽ അധികാരം സ്ഥാപിക്കുകയല്ല എന്നും തൻ്റെ ധൂർത്തിനെയും അധികമായ ആർഭാട ജീവിതത്തെയും നിയന്ത്രിക്കുകയാണെന്നും മനസ്സിലാക്കുന്നു നമ്മുടെ സ്റ്റാൻലി. ഇതേ സമയമാണെങ്കിൽ സ്റ്റാൻലി അലീനയ്ക്ക് അധികാരം കൈമാറാനായിട്ട് ആഗ്രഹിക്കുകയാണ് എന്നും കാണാം. അലീനയുടെ നിരാഹാരം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയം അലീനയുടെ മുൻപിലേക്ക് സ്റ്റാൻലി എത്തുകയാണ്. വല്യപ്പച്ചനോടുമായിട്ട് പറയുന്നുണ്ട്, അതായത് തൻ്റെ അപ്പനായ അവതക്കുട്ടിയോട്
രണ്ടുപേരോടായിട്ട് പറയുകയാണ്, നിങ്ങളിനി എനിക്കെതിരെ സമരം ചെയ്യേണ്ടതില്ല, പൊരുതേണ്ടതില്ല. നിങ്ങൾ ആവശ്യപ്പെടുന്ന അധികാരം തരാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കി എന്ന് പറയുന്നു. അലീനയെ അടുത്തിരുത്തുന്നു. അലീനയ്ക്ക് സ്റ്റാലിൻ്റെ പെട്ടെന്നുള്ള മാറ്റം എന്താണെന്നറിയില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാലിൻ ആണെങ്കിൽ അലീനയെ ഞെട്ടിച്ചുകൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുന്നു. അലീനയ്ക്ക് വായിലേക്ക് വെച്ചു കൊടുക്കുന്നു. ഇതേ സമയം അലീന തൻ്റെ പപ്പയെ വിശ്വസിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോഴാണെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ സ്റ്റാലിൻ്റെ അടുത്ത് പറയാണ്, പപ്പ, ഇത്തരമൊരു പപ്പയാണ് എനിക്ക് വേണ്ടത്. എൻ്റെ വേദനകളും യാതനകളും മനസ്സിലാക്കണം, തിരിച്ചറിയണം. അതിന് ഒരു ഉപദേശം തരാൻ എൻ്റെ പപ്പയ്ക്ക് സാധിക്കണം. ഇത് ഏതു നേരവും കർഷകക്കാരനായിട്ട് മദ്യത്തിന് മുൻപിൽ കീഴടങ്ങി പുകയും വലിച്ചിരിക്കുന്ന പപ്പയെ ആരിഷ്ടപ്പെടുമെന്നാണ് പപ്പ പറഞ്ഞു വരുന്നത്. പപ്പയെ ആരും ഇഷ്ടപ്പെടുന്നില്ല. നേരെ ചൊവ്വേ ഇങ്ങനെ നടന്നാൽ മാത്രമേ, സംസാരിച്ച് എല്ലായിടത്തും എത്തിയാൽ മാത്രമേ പപ്പയെ എല്ലാവരും ഇഷ്ടപ്പെടൂ എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ അലീനയ്ക്ക് അധികാരം കൊടുത്തുകൊണ്ടിരിക്കവേ അവിടേക്ക് അപ്രത്യക്ഷമായി ആര് വരുന്നു? സ്റ്റാലിന് നമ്മുടെ എൽസമ്മ വരുന്നൊരു കാഴ്ച. എൽസമ്മ വന്നിട്ട് സ്റ്റാലിക്ക് നേരെ കയർക്കുകയാണ്. നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? എന്നെയും മക്കളെയും കുറിച്ച് നിങ്ങൾ ഒരു തവണ പോലും ആലോചിച്ചില്ലേ? ഞങ്ങൾ സഹിക്കേണ്ട നാണക്കേടിനെക്കുറിച്ച് ആലോചിച്ചില്ലേ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളെയോ നിങ്ങൾ അനുഭവിക്കുന്ന നാണക്കേടിനെയോ കുറിച്ച് ചിന്തിക്കേണ്ട യാതൊരു സാഹചര്യമോ കാര്യമോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അതായത് എൻ്റെ മകൾ എൻ്റെ കൂടെ നിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അവൾ എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നു. നിങ്ങൾക്ക് എന്നെ വേണ്ട, നിങ്ങളെന്നെ ഉപേക്ഷിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് എൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോടും കാര്യങ്ങൾ ചോദിച്ചേനെ, തിരക്കിയേനെ എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ തെറ്റ് ആണ്, അത് ശരിയാണ്. ഞാൻ അതിനോട് മാപ്പ് പറയുകയാണ്. അവൾ അനാഥാലയത്തിൽ കഷ്ടപ്പെട്ടതാണ്. നിനക്കവളെ ചേർത്ത് പിടിച്ചൂടെ എൻ്റെ എൽസമ്മേ എന്ന് പറയുമ്പോൾ എൽസിയാണെങ്കിൽ അലീനയെ ചേർത്ത് പിടിക്കാനായിട്ട് നിൽക്കുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. ഒടുവിൽ എൽസമ്മ അലീനയോട് ക്ഷമിക്കുകയും അലീനയെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുമ്പോൾ പൊട്ടിപ്പോകുന്നത് റീത്തയുടെ പദ്ധതികളാണെന്ന് കാണാം. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്